മത്സരമായി മുന്നോട്ട് പോകുന്നത് തന്നെയാണ് പി വി അൻവർ ലക്ഷ്യമാക്കുന്നത്. പക്ഷേ ഇന്നടക്കം പല യു.ഡി.എഫ് നേതാക്കളും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നത് വരെയും സമയമുണ്ട് എന്നുള്ള ഒരു പ്രതികരണം നടത്തിയിരുന്നു. പക്ഷേ ഇന്ന് പി വി അൻവർ പറഞ്ഞത് താൻ ഇനി മരിച്ചാലല്ലാതെ ഇതിൽ നിന്നും പിന്നോട്ട് പോയില്ല എന്നുള്ളതാണ്. അത്ര പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടൊക്കെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പി വി അൻവർ എത്തി. ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ് പി വി അൻവർ. നിലമ്പൂർ ഉപവരണാധികാരി കൂടിയായിട്ടുള്ള തഹസിൽദാർ ശ്രീമതി MP സിന്ധുവിനാണ് ഇപ്പോൾ ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി പുതിയ പി വി അൻവർ പുതുതായി രൂപീകരിച്ച മുന്നണിയായിട്ടുള്ള ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയുടെ JPPMൻ്റെ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ പി വി അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സുജാ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പോലെ രാഷ്ട്രീയ പ്രതിനിധികളല്ല പി വി അൻവർ കൂടെ എത്തിച്ചിരിക്കുന്നത്. ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയെയും ഒരു കാർഷിക തൊഴിലാളിയെയും അതേപോലെ തന്നെ ഒരു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയുമാണ് ഇപ്പോൾ പി വി അൻവർ ഒപ്പം ഈ ഹാളിനകത്തേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട നാമനിർദ്ദേശ പത്രികയുടെ രേഖകൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രതിനിധിയുമടക്കം 4 പേരാണ് ഇപ്പോൾ പി വി അൻവറുടെ കൂടെ ഈ ഹാളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ നാമനിർദ്ദേശ പത്രികയുടെ ചടങ്ങുകൾ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടിക്രമങ്ങൾ ഇപ്പോൾ പി വി അൻവർ പൂർത്തിയാക്കുകയാണ്. അതിൻ്റെ പ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പി വി അൻവർ കടക്കുന്നു. അത്തരം നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 25 വർഷത്തിനിടെ 6 തെരഞ്ഞെടുപ്പുകളിലായി പി വി അൻവർ 5 തെരഞ്ഞെടുപ്പുകൾ പി വി അൻവർ മത്സരിച്ചിട്ടുണ്ട്. പി വി അൻവറിൻ്റെ 6ാമത്തെ തെരഞ്ഞെടുപ്പിന് പത്രികാ സമർപ്പണം നടത്തുകയാണ്. അവിടെ നമുക്കൊപ്പം അലി അക്ബർ ഷായും തുടരുന്നുണ്ട്. അലി അക്ബർ ഷാ, നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നടത്തുകയാണ്. തനിക്കൊപ്പം വലിയ ഒരു സംഘം തന്നെയുണ്ട് എന്ന് റോഡ് ഷോയിൽ വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പത്രികാ സമർപ്പണത്തിനായി പി വി അൻവർ എത്തിയിരിക്കുന്നത്. ശക്തമായ ഒരു പോരാട്ടം നിലമ്പൂരിൽ ഉറപ്പിക്കുകയല്ലേ അൻവർ? സുജിയ, തീർച്ചയായും അൻവർ ഒരു രാഷ്ട്രീയ സന്ദേശം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇനി നാമനിർദ്ദേശ പത്രികാ സമർപ്പണ വേളയിൽ ഒപ്പം കൂട്ടിയ മനുഷ്യർ ആരാണ്, അവരുടെ മേഖല എന്താണ് എന്നത് വ്യക്തമാക്കുന്നത്. ഒരാൾ വഴിയോര കച്ചവടക്കാരനാണ്, ഒരാൾ ടാപ്പിംഗ് തൊഴിലാളിയാണ്. അതുപോലെ തൊഴിലാളി മേഖലകളിൽ നിന്നുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന തനിക്കൊപ്പം നാമനിർദ്ദേശ പത്രികാ സമർപ്പണ വേളയിൽ ഒപ്പം ഇരിക്കുന്നത്, താലൂക്ക് തഹസിൽദാരുടെ മുറിയിൽ ഒപ്പം ഇരിക്കുന്നത് അത് രാഷ്ട്രീയ നേതാക്കളല്ല, മറിച്ച് കർഷക പ്രതിനിധികളാണ്. ഈ നിലമ്പൂരിൻ്റെ ഗ്രൗണ്ട് അറിയുന്ന സാധാരണക്കാരായ അതിസാധാരണക്കാരായ മനുഷ്യനാണ് എന്ന് രാഷ്ട്രീയ സന്ദേശം കൂടി നൽകുകയാണ് നിലവിൽ ഈ നാമനിർദ്ദേശ പത്രികാ വേളയിൽ പി വി അൻവർ ചെയ്യുന്നത്. സ്വാഭാവികമായും അൻവർ ആദ്യഘട്ടം മുതൽക്കേ ഉയർത്തി കാണിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. നിലമ്പൂരിൻ്റെ മണ്ണിൻ്റെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാത്തവർക്കെതിരായ രാഷ്ട്രീയ സമരം, പ്രതിഷേധം, അത് തന്നെയാണ് താൻ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുന്ന ഏറ്റവും പ്രധാന ആയുധമെന്ന് അൻവർ ആവർത്തിക്കുന്നുണ്ട്. അതേസമയമാണ് മറ്റ് UDF-മായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളും അതുപോലെ LDF-ന്റെ സ്വതന്ത്രനായി നിന്നിരുന്ന ഒരു MLA രാജിവെച്ചു വന്ന് തിരഞ്ഞെടുക്കുന്ന രാഷ്ട്രീയ വിഷയവും എല്ലാം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അൻവർ ഉയർത്തുന്ന വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുക തന്നെ ചെയ്യും എന്നത് UDF നേതൃത്വവും സമ്മതിക്കുന്ന കാര്യമാണ്. എന്തായാലും അൻവർ തൻ്റെ ശക്തി പ്രകടനം എന്ന നിലയിൽ തന്നെ തനിക്ക് ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് എന്ന് കാണിച്ചു തരുന്ന നിലയിൽ തന്നെ ഇന്നത്തെ ഈ റോഡ് ഷോയെ മാറ്റി എന്നുള്ളതാണ്. മറ്റൊരു പാർട്ടികളുടെയും ഒപ്പമില്ലാതെ, മറ്റൊരു പാർട്ടികളുടെയും പിന്തുണയില്ലാതെ തന്നെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി വലിയൊരു കൂട്ടത്തെ ഇവിടെ എത്തിക്കാൻ അൻവറിന് സാധിച്ചു, പി വി അൻവറിന് സാധിച്ചു എന്നുള്ളതാണ്. അവരിൽ ഓരോ ആളുകളും മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറയുമ്പോൾ ഗ്രൗണ്ടിലെ പ്രശ്നങ്ങൾ, വനം വന്യജീവി സംഘർഷം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ പരിഹാരം കാണാത്തവർക്കെതിരായ രാഷ്ട്രീയമാണ് അൻവർ സംസാരിക്കുന്നത്. സ്വാഭാവികമായും അതുകൊണ്ട് നിലമ്പൂരിൻ്റെ മണ്ണ്
അൻവറിനൊപ്പം നിൽക്കുമെന്നതാണ് അൻവറിൻ്റെ പ്രവർത്തകരും അൻവറിൻ്റെ പാർട്ടിയും ഈ ഘട്ടത്തിൽ പറയുന്നത്. ആ വിശ്വാസം തന്നെയാണ് PV അൻവർ ഉപതെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്നതും. എന്തായാലും മാധ്യമങ്ങളെ അല്പസമയത്തിനുള്ളിൽ തഹസിൽദാരുടെ മുറിയിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം അൻവർ കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഘട്ടം വരെയും ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണ വേള വരെയും അൻവർ ഉയർത്തിയ പ്രധാന വിഷയങ്ങൾ നമ്മൾ കേട്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനമായും നിലമ്പൂരിൻ്റെ പ്രശ്നങ്ങൾ, മറ്റൊന്ന് ഈ പിണറായിസം അവസാനിപ്പിക്കുക, ഈ പിണറായി ഭരണത്തിലെ ഈ ദുർഭരണം അവസാനിപ്പിക്കുക എന്നതാണ് അൻവർ ഏറ്റവും പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ വിഷയം എന്ന് പറയുന്നതും. അതിനുള്ള മറുപടി നിലമ്പൂരിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തനിക്ക് അനുകൂലമായി വോട്ട് ചെയ്ത് നൽകും എന്ന ആത്മവിശ്വാസം തന്നെയാണ് ഈ ഘട്ടത്തിലും അൻവർ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും അൻവർ ഒറ്റയ്ക്ക് പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. ഒരു ഘട്ടം വരെയും താൻ മത്സരത്തിനില്ല എന്ന് പറഞ്ഞു നിന്ന അൻവർ പിന്നീട് ആർക്കു മുന്നിലും തലകുനിക്കാനില്ല, താൻ മത്സരത്തിന് ഇറങ്ങുന്നു എന്ന നിലപാടിലേക്ക് എത്തുകയായിരുന്നു. ഇപ്പോൾ എന്തായാലും അൻവർ കൂടി മത്സരത്തിന് ഇറങ്ങുമ്പോൾ നിലമ്പൂരിലെ രാഷ്ട്രീയ പോരാട്ടം കുറച്ചുകൂടി ചൂട് പിടിക്കും. വരും ദിവസങ്ങളിൽ ആ ചൂട് അത് നിലമ്പൂർ അനുഭവിച്ചറിയുക തന്നെ ചെയ്യും. ഏത് നിലയിലാകും ഇടത് വലത് മുന്നണികൾക്ക് ഈ അൻവർ ഒരു തലവേദനയായി മാറുക? അൻവറിൻ്റെ വോട്ടുപെട്ടിയിലേക്ക് വീഴുന്ന ഓരോ വോട്ടുകളും അത് LDFനെയും UDFനെയും സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഇരു മുന്നണികളും തങ്ങൾക്കല്ല മറുമുന്നണിക്കാണ് അൻവർ ഒരു പ്രതിരോധമാവുക എന്ന് ആവർത്തിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നുണ്ടെങ്കിലും ഇരു മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ട്. അൻവറിന് വീഴുന്ന ഓരോ വോട്ടുകളും അത് ഏത് ക്യാമ്പിൽ നിന്നായിരിക്കും ചോരുക? അത് LDFനാകുമോ UDFനാകുമോ തലവേദനയായി മാറുക എന്നത് വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും പൂർണ്ണ ആത്മവിശ്വാസത്തിൽ നിലമ്പൂരിൻ്റെ ഗ്രൗണ്ട് അറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനവർഗമായിട്ടുള്ള ജനങ്ങൾ അവർ തനിക്കൊപ്പം നിൽക്കുമെന്ന ആത്മവിശ്വാസം ഈ ഘട്ടത്തിലും അൻവർ പ്രകടിപ്പിക്കുകയാണ്. എന്തായാലും പരമാവധി ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു റോഡ് ഷോയ്ക്കാണ് എന്തായാലും PV അൻവർ ഇപ്പോൾ നിലമ്പൂരിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. ആ റോഡ് ഷോയോടുകൂടി വന്നാണ് ഇപ്പോൾ നിലമ്പൂർ താലൂക്ക് ഓഫീസിലെത്തി തഹസിൽദാർ മുമ്പാകെ, ഉപഭരണാധികാരി മുമ്പാകെ ഇപ്പോൾ PV അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. എന്തായാലും വളരെ നിർണായകമാണ് അൻവറിൻ്റെ ഇടപെടൽ ഈ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം. അൻവറിനി പുറത്തിറങ്ങി മാധ്യമങ്ങളോട് നടത്തുന്ന പ്രതികരണം അതും വളരെ നിർണായകമായിരിക്കും. സുജയ. ഓക്കെ, നമുക്കൊപ്പം അഷ്കർ അലി കരിമ്പയുണ്ട്. അഷ്കർ അലി കരിമ്പ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെരുമഴയായിരുന്നു, എന്നാൽ ഇന്ന് വെയിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. നിലമ്പൂരിൽ രാഷ്ട്രീയ കാലാവസ്ഥയും മാറി മറിയുകയാണ്. അൻവറിനെ കടന്നാക്രമിക്കേണ്ട എന്ന് UDF തീരുമാനിക്കുന്നുണ്ട്. പക്ഷേ അൻവർ ചോർത്തുന്ന വോട്ടുകൾ അത് എല്ലാവർക്കും, മൂന്ന് മുന്നണികൾക്കും ഇപ്പോൾ ഒരു വെല്ലുവിളിയായി, ഭീഷണിയായി മാറുകയല്ലേ? സുജ, തീർച്ചയായും PV അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് ഇടത് വലത് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് UDFനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളതാണ് UDFൻ്റെ ഒക്കെ വിലയിരുത്തൽ. അത്തരമൊരു സാഹചര്യത്തിൽ PV അൻവർ മത്സരിക്കുമ്പോൾ ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകൾ അത് വിഘടിച്ച് രണ്ടു പേർക്കുമായി പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിൻ്റെ ഗുണം നഷ്ടപ്പെടുകയും ഇടത് സ്ഥാനാർത്ഥി വിജയിക്കാൻ സാധ്യതയുമുണ്ട്. അതാണ് UDFനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രധാനാശങ്ക. അതിനോടൊപ്പം തന്നെ PV അൻവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന മുദ്രാവാക്യം, പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടം എന്നുള്ള മുദ്രാവാക്യം UDFൻ്റെ മുദ്രാവാക്യം ഒരേ സമാനമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇടതുപക്ഷത്തിനെതിരെയുള്ള പോരാട്ടവും രാഷ്ട്രീയ പോരാട്ടമാണെങ്കിൽ പോലും ആ രാഷ്ട്രീയത്തിലൂടെ ലഭിക്കുന്ന വോട്ടുകളിലുള്ള സ്പ്ലിറ്റ്, ആ വോട്ടുകൾ പോലും വിഘടിച്ചു പോയാലും അതും UDFനെ ബാധിക്കും. അതിനപ്പുറത്തേക്ക് ആര്യാടൻ ചൗക്കത്തിനെതിരെയുള്ള PV അൻവറിൻ്റെ കടന്നാക്രമണം, VD സതീഷിനെതിരെയുള്ള കടന്നാക്രമണം, അതിലൂടെയൊക്കെ ഉണ്ടാക്കുന്ന വോട്ട് ചോർച്ച, VV പ്രകാശിനടക്കം ഉയർത്തി കോൺഗ്രസിൻ്റെ വൈകാരിക വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുസ്ലിം ലീഗിൻ്റെ പണക്കാട് തങ്ങൾക്കെതിരെ ആര്യാടൻ ചൗക്കത്ത് ഉയർത്തി വിമർശനം ഉയർത്തി അതിലെ വൈകാരിക വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചൊക്കെ നടത്തുന്ന പ്രതികരണങ്ങൾ, ഈ പ്രതികരണങ്ങളിലൂടെയൊക്കെ തന്നെ UDFൻ്റെ വോട്ട് ബാങ്കിൽ വീഴുമോ എന്നുള്ളതാണ് UDFനെ സംബന്ധിച്ചിടത്തോളം മുന്നിലുള്ള ആശങ്ക. അത് ജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലത്തെ പോലും പരാജയപ്പെടുത്തുന്നതിലേക്ക് അത് വഴിവെക്കുകയും ചെയ്യും.